السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. സയ്യിദന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നു ചോദിക്കുകയാണ്, മത്താ സഅത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ സഹാബി പറയുകയാണ്, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് എന്ന്. അല്ലാതെ ഈ സഹാബി എൻ്റെ അമല് കൊണ്ടോ എൻ്റെ നിസ്കാരം കൊണ്ടോ എൻ്റെ നോമ്പ് കൊണ്ടോ എൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമെന്ന് ഈ സഹാബി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെട്ടവരെയും സ്നേഹിച്ചാൽ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. സിനിമാ നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരോടൊപ്പവും ആവുന്നതാണ്. അതുകൊണ്ട് നാം അത്തിഉല്ലാഹു റസൂലഹു, അല്ലാഹുവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ, അള്ളാഹു സ്നേഹിച്ചവരെ നാം സ്നേഹിക്കുകയും അള്ളാഹു തആല ആദരിച്ചവരെ നാം ആദരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നാം ഇബ്ലീസിന് സംഭവിച്ചത് അതാണ്. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് വലിയ ആളാണ് എന്ന് അഹങ്കാരം കാണിച്ചതിൻ്റെ പേരിലാണ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അള്ളാഹുവിന് കാലാകാലം ശപിക്കപ്പെട്ടവനായി പോയി എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുകയും അള്ളാഹു തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. അതുകൊണ്ടാണ് അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ധാരാളം ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.